ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞു കാണും, ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ മാസം 23 മുതലാണ് ബിഗ് ബില്യൺ ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കുറേ സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് ഇതിനോടകം തന്നെ റിവീലായിട്ടുണ്ട്. അപ്പോൾ റിവീലായിട്ടുള്ള സ്മാർട്ട് ഫോൺ പ്രൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് സ്മാർട്ട് ഫോൺസും എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്നാൽ റിവീൽ ആവാത്ത കുറേ പ്രൈസിങ്ങും ഉണ്ട് കേട്ടോ. അപ്പം അത് എന്തായാലും അങ്ങോട്ട് പോകുന്നതനുസരിച്ച് റിവീൽ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം കറൻ്റ്ലി സെയിൽ പ്രൈസ് ലൈവായിട്ടുള്ള കുറച്ച് സ്മാർട്ട് ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പുതിയതായിട്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. കുറേ നല്ല സ്മാർട്ട് ഫോൺസിന് നല്ല രീതിയിലുള്ള ഓഫറുകളുണ്ട്. മിക്കവാറും എല്ലാ കാർഡ് ഓഫറുകൾ എല്ലാ സ്മാർട്ട് ഫോൺസിനും ഉണ്ട്. ഏകദേശം 3000 രൂപ വരെ കാർഡ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബെസ്റ്റ് സമയമാണ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ബെസ്റ്റ് ഡീൽ വന്നിട്ടുള്ളത് ഐഫോണിനാണ്. ഐഫോൺ 11 വരുന്നത് 30,000 രൂപയ്ക്കാണ്. ഐഫോൺ 12 മിനി നിങ്ങൾക്ക് കിട്ടുന്നത് 40,000 രൂപയ്ക്കാണ്. ഐഫോൺ 13 നിങ്ങൾക്ക് കിട്ടുന്നത് 50,000 രൂപയ്ക്കാണ്. ഐഫോൺ 13 പ്രോ 90,000-നും ഐഫോൺ 13 പ്രോ മാക്സ് 1,00,000-നും. അപ്പോൾ ഐഫോണിനെ സംബന്ധിച്ചോളം അത്യാവശ്യം നല്ല ഒരു ഓഫറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ 12 മിനി അങ്ങ് ഒഴിവാക്കിയേക്കുക. ബാക്കി ഏത് ഐഫോൺ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ 12 പ്രോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഒരു 50,000 മുകളിൽ അല്ലെങ്കിൽ 60,000 60-70,000 ഇടയിൽ നിങ്ങൾക്കൊരു 12 പ്രോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഡീലായിരുന്നു. 12 പ്രോ അവർ വെച്ചിട്ടില്ല. 12 പ്രോയുടെ പ്രൈസും കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരിനി അതിൽ ഡിസ്കൗണ്ട് ചെയ്യുമെന്നും അറിയത്തില്ല. അപ്പോൾ ഐഫോണിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് സാംസങ്ങിൻ്റെ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൻ്റെ ഓഫറുകൾ വന്നിട്ടുണ്ട്. സാംസങ്ങിൽ ഒരു 3 സ്മാർട്ട് ഫോൺസാണ് മെയിനായിട്ടും ഉള്ളത്. ഈ സാംസങ് ഫാൻസിന് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്ന ഡിവൈസ് കൂടിയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സാംസങ് F23 5G ആണ്. നിങ്ങളൊരു 15,000 രൂപയ്ക്കുള്ളിൽ ഒരു 5G സ്മാർട്ട് ഫോൺ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഡീലാണിത്. 10,999 ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ സ്നാപ്ഡ്രാഗൺ 750G ചിപ്സെറ്റ് വരുന്നുണ്ട്. 6GB 128GB വേരിയൻ്റ് ആണ് വരുന്നത്. അടുത്തത് നമ്മുടെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിട്ടുള്ള സാംസങ് S22 Plus ആണ്. ഈ ഒരു ഡിവൈസ് സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഏകദേശം ഒരു 60,000 രൂപയ്ക്കുള്ളിൽ കിട്ടും. ഇത് ഏകദേശം 1,00,000 രൂപ വരെ വില വരുന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ അടുത്ത ഒരു ഡിവൈസും ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് തന്നെയാണ് സാംസങ് S21 FE 5G എന്ന് പറയുന്ന ഡിവൈസ്. 31,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. ഏകദേശം ഒരു 50,000 രൂപ വരുന്ന ഒരു ഡിവൈസാണ് ഇരുന്നത്. അതിൻ്റെ സാംസങ്ങിൻ്റെ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡീലാണിത്, ഈ S21 FE 5G എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സാംസങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫറുകളൊക്കെ ഉണ്ട്. ഈ വാച്ചും പിന്നെ വേറെ ഏതാണ്ട് സംഭവങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് അതിൽ എല്ലാം കൂടെ ഒരു ഡിസ്കൗണ്ടൊക്കെ ചേർത്തിട്ടൊരു വിലയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ സാംസങ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല 2 ഡീലാണത്. 3 ഡീല് നല്ല ബെസ്റ്റ് ഡീലാണ്, പർച്ചേസ് ചെയ്യുക. അടുത്ത് 10,000 രൂപയ്ക്കുള്ളിൽ സ്മാർട്ട് ഫോൺ നോക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഡീലുണ്ട്. ഇൻഫിനിക്സ് ഹോട്ട് 12 Play എന്ന് പറയുന്ന ഡിവൈസ് 7,199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കിട്ടും. ഏകദേശം ഒരു 12,000 രൂപയ്ക്ക് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു അത്. ബേസ് വേരിയന്റ് 4GB 64GB വേരിയന്റ് ആണ്. 6,000 mAh ബാറ്ററി നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു 10,000-നുള്ളിൽ നല്ല ഒരു ഡിവൈസാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഡിവൈസ് കൂടിയാണ്. അടുത്തത് മോട്ടറോളയുടെ ഒരു ഡീലാണ്. മോട്ടറോള എഡ്ജ് 30 ആണ്. ഏകദേശം 22,749 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കിട്ടും. ഒരു 25,000 മുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 6,128 ആണ്. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റ് ആണ് വരുന്നത്. 4,020 mAh ബാറ്ററിയാണ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി കുറച്ച് കുറവാണ്. എന്നാൽ ഒരു യൂസർ എക്സ്പീരിയൻസിൻ്റെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഡിവൈസ് ആയിരിക്കും മോട്ടോയുടെ. അടുത്തത് റിയൽമിയുടെയാണ്. റിയൽമി ഒരു ബ്രാൻഡിൻ്റെ ഒരുപാട് സ്മാർട്ട് ഫോൺസിൻ്റെ ഓഫർ ഇതിലുണ്ട്. അതേപോലെ പോക്കോയുടെ ഒരുപാട് ഓഫറുണ്ട്. പോക്കോയുടെ ഓഫറൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം പോക്കോയ്ക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോക്കോ ആൾക്കാർ ഇപ്പം വലുതായിട്ട് മേടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. റിയൽമിയുടെ കുറേ ഒരുപാട് ഓഫറുണ്ട് റിയൽമി സ്മാർട്ട് ഫോൺസിൽ. അതിൽ പ്രധാനപ്പെട്ട ഓഫറുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തത് റിയൽമി 9i 5G ആണ്. അപ്പോൾ നിങ്ങളൊരു 5G സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബെസ്റ്റ് ഡീലാണ് ഈ റിയൽമി 9i 5G എന്ന് പറയുന്നത്. 15,000 ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കിട്ടും. ഇതിൻ്റെ എക്സാക്ട് പ്രൈസിങ് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതൊരു 15,000 രൂപയ്ക്കുള്ളിൽ എന്തായാലും കിട്ടും. അപ്പോൾ അത് ഒരു 5G സ്മാർട്ട് ഫോൺ നോക്കുന്ന ആൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഡീലാണ്.
അടുത്തൊരു ഡിവൈസ് റിയൽമി 9 Pro പ്ലസ് ആണ്. അത് ഏകദേശം 22,500 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും. ഇത് നല്ല കിടിലൊരു ഡീലാണ്. 25 രൂപയ്ക്ക് മുകളിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോണാണ്. 8GB 128GB ആണ് ബേസ് വേരിയൻറ്റ്. ഡിമെൻസിറ്റി 920 ആണ്. 4500 mAh ബാറ്ററിയും വരുന്നുണ്ട്. കിടിലൻ ഡീലാണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത റിയൽമി GT2 ആണ്. റിയൽമി GT2വിന് ഏകദേശം ഒരു 27,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 30 രൂപയ്ക്ക് മുകളിൽ 33 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു ഡിവൈസാണിത്. ഏകദേശം 27,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ബേസ് വേരിയൻറ്റ് 8128 ആണ്. സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് വരുന്നത്. 5000 mAh ബാറ്ററി ഉണ്ട്. ആൻഡ് നല്ല കിടിലൻ സ്മാർട്ട് ഫോണാണ്. 30,000 നല്ല കിടില ഒരു സ്മാർട്ട് ഫോണാണ്. അതേപോലെ റിയൽമിയുടെ ഒരു ലോഞ്ച് വരുന്നുണ്ട്. റിയൽമി GT Neo 3T എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഏകദേശം 29,000 അതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഈ ബിഗ് ബില്യണിലേക്ക് നിങ്ങൾക്ക് ഒരു 22,999, അതായത് ഏകദേശം 23,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്യുക. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 875G ആണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയതായിട്ട് സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നവർക്ക് കിടിലം കുറേ ഓഫറുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചാണ്. സെയിൽ പ്രൈസ് ലൈവായിട്ടുള്ള ഈ ഡിവൈസസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഡീലുകൾ വരും. അപ്പോൾ പുതിയതായിട്ട് സ്മാർട്ട് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങുക. കിടില ഓഫറുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.